ഇന്നത്തെ ലോകം അസ്ഥിരമാണ്. അനുദിനം മാറുന്ന ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും അതിർത്തികളിൽ പുകയുന്ന യുദ്ധകാഹളങ്ങളും ഏതൊരു രാജ്യത്തെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രതിരോധ രംഗം എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും തന്ത്രപ്രധാന ആവശ്യകതയാണ്. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിനുള്ളിൽ പ്രതിരോധ രംഗത്ത് ലോകത്തെ ഞെട്ടിച്ച കുതിപ്പാണ് നടത്തിയത്. ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യത്തിൽ നിന്ന് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന പ്രമുഖ തന്ത്രപ്രധാന ശക്തിയായി നമ്മുടെ ഭാരതം ഇന്ന് ഉയർന്നു കഴിഞ്ഞു. 2013-14 2.53 ലക്ഷം കോടിയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് 2026 ആകുമ്പോഴേക്കും 7.85 ലക്ഷം കോടിയായി ഉയർന്നു. കൂടാതെ 2014-15 46,429 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം 2025-26 1.78 ലക്ഷം കോടിയായി ഉയർന്നു. ഒരു പ്രതിരോധ വികസനം എന്നതിലുപരി ഈ കണക്കുകൾക്ക് പിന്നിൽ ഒരു ദീർഘവീക്ഷണമുള്ള തന്ത്രപ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു. പ്രതിരോധത്തിനായി വിദേശ വിതരണ ശൃംഖലകളെ മാത്രം ആശ്രയിക്കാതെ നിർണായക സാങ്കേതിക വിദ്യയും ഉൽപാദനശേഷിയും ഇന്ത്യയുടെ കൈകളിൽ തന്നെ നിലനിർത്തുക. ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് നിർണായകമാണ്. സമീപകാലത്തെ യുദ്ധങ്ങളും സംഘർഷങ്ങളും, വിതരണ ശൃംഖലകൾക്ക് നേരിടുന്ന തടസ്സങ്ങൾ, സാങ്കേതിക വിദ്യയ്ക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ, രാജ്യങ്ങൾ സ്വന്തം തന്ത്രപ്രധാന താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നു. അത്തരമൊരു ലോകത്ത് സ്വയം പ്രതിരോധശേഷിയുള്ള രാജ്യത്തിനു മാത്രമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടുതൽ സ്വതന്ത്രമായി തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടുകൂടിയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും പ്രതിരോധ മേഖലയിലേക്ക് ശക്തമായി കൊണ്ടുവന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആയുധ നിർമ്മാണ രംഗത്ത് വിദേശ കമ്പനികളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാനായി സർക്കാർ പുറത്തിറക്കിയ പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റുകൾ വഴി നൂറുകണക്കിന് ആയുധ ഇറക്കുമതി നിരോധിക്കുകയും ഇവ രാജ്യത്ത് തന്നെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ പ്രതിരോധ ഏറ്റെടുക്കൽ നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയ DAP 2020 നയവും നൂതന ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന യുവ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന IDEX അഥവാ ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് പദ്ധതിയും രാജ്യത്ത് ശക്തമായൊരു പ്രതിരോധ ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം രൂപപ്പെടുത്തി. ഇതിൻ്റെ ഫലമായി ഇന്ന് ഏകദേശം 65% പ്രതിരോധ ഉപകരണങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യയുടെ തന്ത്രപരമായ മാറ്റത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മറ്റൊന്നാണ്. 2013-14 വെറും 686 കോടി മാത്രമായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2025-26 38,424 കോടിയായി ഉയർന്നു. ഇന്ന് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ, ഫിലിപ്പൈൻസ് തുടങ്ങി 80-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. മാത്രമല്ല ഗവേഷണശേഷിയിലും വലിയ നിക്ഷേപങ്ങളുണ്ടായി. പ്രതിരോധ ഗവേഷണ വികസനത്തിനുള്ള വിഹിതം 13,716 കോടിയിൽ നിന്ന് 29,100 കോടിയായി ഉയർന്നു. ഇതിൻ്റെ ഫലമായി തേജസ്, ബ്രഹ്മോസ്, ആകാശ്, യുദ്ധക്കപ്പലുകൾ, ഡ്രോണുകൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, പുതിയ തലമുറ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതുപോലെ ഹൈപ്പർസോണിക് ടെക്നോളജീസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക ശേഷി വളരുകയാണ്. 2029 3 ലക്ഷം കോടി പ്രതിരോധ ഉൽപാദനവും 50,000 കോടി പ്രതിരോധ കയറ്റുമതിയുമെന്നതാണ് പ്രധാന ലക്ഷ്യം. ഇത് വെറും സാമ്പത്തിക ലക്ഷ്യങ്ങളായി മാത്രം കാണാൻ കഴിയില്ല. ലോകം കൂടുതൽ അനിശ്ചിതമാകുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമമാണിത്. അതിർത്തിയിലും കടലിലും ആകാശത്തും സ്വയം ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളും കപ്പലുകളും സാങ്കേതിക വിദ്യയും അവയെല്ലാം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും ഗവേഷണങ്ങളിലൂടെ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥത്തിൽ തന്ത്രപരമായി സ്വതന്ത്രമാകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ ഇന്ത്യയുടെ പ്രതിരോധ കുതിപ്പ് ഒരു ആയുധ നിർമ്മാണ പദ്ധതിയുടെ കഥയല്ല, മാറുന്ന ലോകക്രമത്തെ മുൻകൂട്ടി കണ്ട് ലോകശക്തിയായി സ്വയം ഉയർന്നു വരുന്ന ഒരു രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ കഥയാണ്.